ഫ്രൂട്ട് പഴുക്കുന്നത് അറിയാൻ പറ്റും. ഇതേ കണ്ട, ഇതിങ്ങനെ പറിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഇവിടം ഇങ്ങനെ പൊട്ടി വരും. ഇതാണ് കറക്റ്റ് പഴുപ്പാണത്. ഞാൻ വേണ്ടത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് കളർ. അതാ നിങ്ങൾ കഴിച്ചു നോക്ക്. ഇതിങ്ങനെ അടത്തിയെടുത്തിട്ട് കണ്ട കറക്റ്റ് പഴുപ്പാണ്. അതെ, മുറിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് കഴിച്ചു നോക്ക്. ഇത് നന്നായിട്ട് പഴുത്തതാണ്. ഈ മുള്ളില്ലേ, മുള്ളിൻ്റെ ഈ സൈഡിലാണ് ഇതിൻ്റെ മൊട്ട് വരുന്നത്. അതാണ് ഈ വലുതായി വലുതായി ഓരോ മുള്ളിൻ്റെ ഇടയ്ക്കും ഓരോ ഇതാന്നാ പറയുന്നത്, ഓരോ മുള്ളും. ഇതെല്ലാം ഇന്ന് വിരിയുന്ന പൂവുകൾ. അതെ, ഇതെല്ലാം ഇന്ന് വിരിയുന്ന പൂവുകളാണ്. ഇതെല്ലാം ഈ കൂമ്പി നിൽക്കുന്നത് രാത്രിയിലാണ് വിരിയുന്ന പൂവ്. ഒരു 10 മണി 9-10 മണിയൊക്കെ ആകുമ്പോൾ വിരിയും. ഇപ്പോൾ ഉണ്ടാകുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണം. നമ്മൾ വിൽക്കാനൊന്നുമല്ല, നമ്മുടെ ആവശ്യത്തിനും. നമുക്ക് ദിവസവും രാവിലെ ഒരു ഷെയ്ക്ക് അടിക്കണമെങ്കിൽ എടുക്കുക, അടിക്കുക, കുടിക്കുക, എല്ലാം ടേസ്റ്റാണ്. ഇത് ഗ്രേ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഫെയൺ ഉണ്ട്, സിൽവർ ഉണ്ട്. ഇത് 4 വെറൈറ്റി ഞങ്ങൾക്കുണ്ട്. ആണാണെങ്കിൽ ശരിക്കും സത്യം പറയുന്നത് ശരിക്കും ചൂളടിക്കും, തുള്ളും. അതാണ് ഈ ജാവയുടെ ഒരു പ്രത്യേകത. ഇതാണ് എല്ലാവർക്കും ഇഷ്ടം. ഇതാണ് കാണാൻ ഭംഗി എന്നാണ് പറയണത്. ഇത് പിന്നെ വൈറ്റും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ സിൽവറാണ്. കടയിൽ നിന്ന് കൂടുതലധികം പച്ചക്കറി അങ്ങനെ വാങ്ങിക്കാറില്ല. വീട്ടിൽ എന്തുണ്ടോ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എല്ലാം. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് എന്തായാലും വിഷമാണ്. അത്യാവശ്യമുള്ള പച്ചക്കറികൾ നമ്മൾ തന്നെ വീട്ടിൽ കൃഷി ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചെയ്യുമ്പം ഇതുണ്ടായി കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അത് കിടക്കുന്നത് കാണുമ്പോൾ, ഉണ്ടായി കിടക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം. ഇപ്പോൾ ടെറസിലോട്ട് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷത്തോളം ആയുള്ളൂ. ഇത് 1 വർഷമായ പ്ലാന്റാണ് ഇതെല്ലാം നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം വെച്ചതാണിത്. ഈ വർഷമായപ്പോഴത്തേക്ക് ഫ്രൂട്ട് പോയി. ഒരു രസത്തിന് തുടങ്ങിയതാണിത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട് കിട്ടുന്നുണ്ട്. ഇത് 400 ഗ്രാം വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഫ്രൂട്ട് തന്നെ. കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറിച്ചപ്പോഴത്തേക്കും നോക്കിയായിരുന്നു. അത് പറഞ്ഞാൽ 400 ഗ്രാം. ഇതൊക്കെ ചെറിയ ഫ്രൂട്ടാണ്. ഇതൊക്കെ വല്ല 150 ഗ്രാം, ഇതൊക്കെ അത്രയൊക്കെ കാണത്തുള്ളൂ. പിന്നെ ഈ മഴയുടെ ഒരു പ്രശ്നം കൂടി ഉണ്ട്, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഇതിപ്പോൾ ഇതൊന്നും അല്ലായിരുന്നു. ഇതൊക്കെ നിറയെ മൊട്ടായിരുന്നു. ഈ അറ്റം വരെ മൊട്ടായിരുന്നു ഇതിൻ്റെയൊക്കെ. മഴ പെയ്തപ്പോഴത്തേക്കും എല്ലാം മഴ ഒരു ഭയങ്കര പ്രശ്നമാണ്. മഴ അടുപ്പിച്ചു. ഇതൊക്കെ ചിലപ്പോൾ കാണും കേട്ടോ, അത്രയൊക്കെ തന്നെ കാണും. ഇത് ഒരു 300 ഗ്രാമിനടുത്ത് കാണും. ഇതുപോലെ വരും. ഈ മുള്ളില്ലേ, മുള്ളിൻ്റെ ഈ സൈഡിലാണ് ഇതിൻ്റെ മൊട്ട് വരുന്നത്. അതാണ് ഈ വലുതായി വലുതായി ഓരോ മുള്ളിൻ്റെ ഇടയ്ക്കും ഓരോ ഇതാന്നാ പറയുന്നത്, ഓരോ മുള്ളും. അതാണ് ഈ പൂവ് ഇങ്ങനെ ഇത് വലുതായി വലുതായി ലാസ്റ്റ് ഫ്രൂട്ടായി ഈ പരുവത്തിൽ നിൽക്കുന്നത്. ഇത് ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു പരിചരണവും ഇല്ല. വളമെന്ന് പറഞ്ഞാൽ ചാണകം മാത്രമാണ് അതിൻ്റെ ചുവട്ടിലിട്ടിരിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് കെമിക്കലായിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു വളം ഇട്ടിട്ടില്ല. എല്ലുപൊടി ഇട്ടിട്ടുണ്ട്, അത് കുറേ മാസങ്ങൾക്ക് മുമ്പാണ്. ഇപ്പം ഇട്ടിരിക്കുന്നത് ചാണകം മാത്രമാണ് ഇട്ടിരിക്കുന്നത്, കോഴിവളം. ഇത്രയും ഫ്രൂട്ടും ഉണ്ടായി. മഴയുടെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമേ ഉള്ളൂ. ഇനി ഇതൊക്കെ ഇന്ന് വിരിയാനുള്ള ഫ്രൂട്ടാണ്. ഇതെല്ലാം ഇന്ന് വിരിയാനുള്ളതാണ്. ഇതേലെ ഇതും അത്യാവശ്യം നല്ലപോലെ പഴുത്തതാണ്. ഇതും ഈ കളറ് കാണുമ്പോൾ അറിയാം, നല്ല കളർ വരും പുറമെ. ഇതിന് വേറൊരു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്രയും വർഷമായി, 8 വർഷമായി ഞങ്ങൾ വളർത്താൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇപ്രാവശ്യമാണ് ഞങ്ങൾക്ക് ഇത് മനസ്സിലായി. ഈ ഫ്രൂട്ട്സ് കടയിൽ വാങ്ങിക്കുമ്പോൾ എല്ലാവരും പറയില്ലേ ടേസ്റ്റില്ലെന്ന്. ഇപ്പം എല്ലാ ഫ്രൂട്ട്സും എല്ലാം ഓരോന്ന് ചെയ്തിട്ടാണ് ഇത് പഴുത്ത് വരുന്നത്. പഴം അടക്കം ഇല്ല, എല്ലാം കെമിക്കലാണ്. അപ്പോൾ ഇത് വെറുതെ പച്ചയ്ക്ക് ആൾക്കാർ കായുടെ ഇത് വാരുമ്പോൾ തന്നെ ചിലപ്പോൾ പറിച്ച് വയ്ക്കുമായിരിക്കും. അതായിരിക്കും മധുരം കുറവ് വരുന്നത്. ഇത് അതേ തന്നെ കിടന്ന് വഴുക്കുമ്പം അതിൻ്റേതായിട്ടുള്ള ആ നാച്ചുറലായിട്ടുള്ള ആ ടേസ്റ്റും നമുക്ക് കഴിക്കാനും ഒരു ഇത് തോന്നും. വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആദ്യം കൊടുത്ത ഒരു ഗ്യാസ് കൊണ്ടുവരുന്ന ഒരു പയ്യനെ അതിനെ ചോദിച്ച് കണ്ട് പുള്ളിക്ക് തന്നെ അവർ മുറിച്ചെടുത്തോണ്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും എല്ലായിടത്തും ഉണ്ടായി, ഫ്രൂട്ടും ഉണ്ടായി. ഇപ്രാവശ്യമാണ് ഇങ്ങനെ ടെറസിലോട്ട് ഇങ്ങനെ മാറ്റിയപ്പോഴാണ് ഇത്രയും ഫ്രൂട്ടൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത്. താഴെ ആകുമ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ളതേ കിട്ടത്തുള്ളായിരുന്നു. ഈ വർഷമാണ് ഇത്രയും നമ്മൾ ബക്കറ്റ് വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇത്രയും ഫ്രൂട്ടാകുന്നത്. ഇനിയിപ്പോൾ ഉണ്ടാകുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണം. നമ്മൾ വിൽക്കാനൊന്നുമല്ല, നമ്മുടെ ആവശ്യത്തിനും. നമുക്ക് ദിവസവും രാവിലെ ഒരു ഷെയ്ക്ക് അടിക്കണമെങ്കിൽ എടുക്കുക, അടിക്കുക, കുടിക്കുക, എല്ലാം ടേസ്റ്റാണ്. ഞങ്ങൾ തുടങ്ങിയിട്ടിപ്പം 8 വർഷത്തോളമായി. ഇപ്പോൾ ടെറസിലോട്ട് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷത്തോളം ആയുള്ളൂ. ഇത് 1 വർഷമായ പ്ലാന്റാണ് ഇതെല്ലാം നിൽക്കുന്നത്. ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ചെയ്യേണ്ട ഒരു കൂട്ടുകാരനുണ്ട്. പുള്ളി ഒരു കമ്പ് തന്നാ ചെറുതാന്ന്. ഞങ്ങൾക്ക് അറിയത്തില്ല എന്താ ഇത് സംഭവം എന്നൊന്നും. 8 വർഷമായി തുടങ്ങിയെങ്കിലും കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ ഈ ടെറസിലോട്ട് മാറ്റിയത്. ഇത്രയും ബക്കറ്റൊക്കെ വാങ്ങിച്ച് ഇത്രയൊക്കെ ചെയ്തു. ഇനിയും കുറച്ചുകൂടി ചെയ്യണമെന്നും പറഞ്ഞിരിക്കുന്നത്. ഈ കാലാവസ്ഥയൊക്കെ മാറിയിട്ടൊക്കെ വേണം. ചാണകമാണ് മെയിനായിട്ടും. പിന്നെ കോഴിവളമൊക്കെ ചൂടുള്ള സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കരുതെന്നേ ഉള്ളൂ. ഞങ്ങൾ കൂടുതലും ചാണകവും എല്ലുപൊടിയൊക്കെ കുറച്ചൊക്കെ ഉള്ളു. പക്ഷേ ചാണകമാണ് ഞങ്ങളുടെ മെയിൻ വളം. എൻ്റെ അഭിപ്രായത്തിനും കൂടുതൽ വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഉണ്ടാകും. ഇത് വലിയ പരിചരണം വേണ്ട, ആർക്കും ചെയ്യാം. നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആൾക്കാർ പറയും ഇതിന് കൊള്ളാമെന്ന് പറയും.
കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമോ? അത് ഞങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ട് പലരും. പക്ഷെ ഇതങ്ങനെയല്ലേ, ഇത് നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ വെച്ച് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. ഇത് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. സാധാരണ നമ്മൾ വാങ്ങിക്കണമല്ല, കാരണം കൊണ്ടുപോയ ആൾക്കാർക്കെല്ലാം ഇത് കൊടുത്തവരെല്ലാവരുടെ ഒരു വർഷം കൊണ്ട് തന്നെ ഫ്രൂട്ടായത്. ഇത് ഞങ്ങൾ പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷം ഞങ്ങൾ വെച്ചതേ ഉള്ളൂ. ഇത് ഒറ്റ വർഷം കൊണ്ട് എല്ലാത്തേലും ഇത്രയും ഇതായില്ലേ, ഒറ്റ വർഷത്തെ ഒരു ഇതാണിത് ഞങ്ങളുടെ. പ്രത്യേകിച്ച് പരിചരണം ആവശ്യമില്ലാത്തൊരു ഫ്രൂട്ടാണ്. ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ട് മാത്രം പറയണമല്ല, ഇതിന് പ്രത്യേകിച്ച് ഒരു പരിചരണത്തിൻ്റെ ആവശ്യമില്ല. ഈ മഴ സമയത്ത് മാത്രം നമ്മൾ ഈ കമ്പ് നട്ട് കഴിഞ്ഞാൽ മഴയത്ത് വെക്കരുത്, കാരണം അതിന് വേര് വരുന്നവരെ. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ തന്നെ ബക്കറ്റിലാക്കി ടെറസിലാണെങ്കിൽ ടെറസിൽ എവിടെയാണോ താല്പര്യമുള്ളിടത്ത് അതുപോലെ ഒരു പൈപ്പ് ഇട്ടിട്ടോ അല്ലെങ്കിൽ തൂണിട്ടിട്ടോ ഒരു സപ്പോർട്ട് വേണം ഇതിന്. അതാണ് ഇതിൻ്റെ ഒരു ഇത്. ആദ്യത്തെ നമുക്കൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതിനൊരു സപ്പോർട്ട് ആവശ്യമുണ്ട്, മറ്റുള്ളത് പോലെയല്ല. ആ ഒരു ഇതേ ഉള്ളൂ. പിന്നെ ഒരു 20 വർഷം വരെ നിൽക്കുമെന്ന് പറയുന്നേക്കാം. പക്ഷേ ഈ പൈപ്പിൻ്റെയൊക്കെ നമുക്ക് അറിയത്തില്ല. അതിന് പ്ലാസ്റ്റിക്കില്ലേ, ചൂടൊക്കെ വരുമ്പോഴത്തേക്കും ബക്കറ്റ് പോയാലും പ്രശ്നമില്ല. ഞങ്ങൾ ഇന്നാൾ ബക്കറ്റ് മാറ്റിയതേ ഉള്ളൂ. ബക്കറ്റ് പൊട്ടിപ്പോകുമല്ലോ ചൂട് കൂടുതലടിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ വേറൊരു ബക്കറ്റ് എടുത്ത് അതിലേക്ക് ഇറക്കി വെക്കാം. പിന്നെ ഇത് വെറുതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു പരിപാടി തന്നെയാണ് ഇത്. കാരണം അത് തന്നെയല്ല, നമുക്കിതൊക്കെ ഉണ്ടായി കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. നമ്മൾ വച്ച് പിടിപ്പിച്ചിട്ട് ഇത്രയായി, ഒരു ചെറിയ കമ്പിൽ നിന്നാണ് ഇത്രയും ഫ്രൂട്ട് ഒക്കെ ആയി കിടക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. സത്യം പറയും മുകളിൽ ഇങ്ങനെ വന്ന് കയറി വിരിയുടെ എത്ര എണ്ണം ഉണ്ട് അങ്ങനെ ഞങ്ങൾ ദിവസവും നോക്കും. അപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണത് മനസ്സിന്. എന്താ പറയുക, എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും എല്ലാ വീടുകളിലും ഞാൻ പറയണത് എന്തെങ്കിലുമായിട്ട് ഒരു മൃഗത്തെയാണെങ്കിലും, ഒരു പട്ടിയാണെങ്കിലും, പൂച്ചയാണെങ്കിലും, ഒരു ചെടിയാണെങ്കിലും ഒക്കെ ഒരു സന്തോഷമാണത്. എല്ലാവർക്കും ടെൻഷനില്ലേ, എല്ലാവർക്കും ടെൻഷനുള്ള ജീവിതമാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. നമുക്ക് കിളിയുടെ കുറച്ച് പരിപാടിയും കൂടിയുണ്ട്. കിളി എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പും ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ചെയ്തതിലേക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നി ഞങ്ങൾ ഈ ജാവയുടെ ഇതാണ്. എല്ലാം കൊടുത്ത് ഒഴിവാക്കിയിട്ട് ഇത് മാത്രമാക്കി. അപ്പോഴത്തെ ഇത് മാത്രമായിട്ട് ചെയ്താൽ എന്താണെന്ന് അങ്ങനെ ആലോചിച്ച് ഇതൊരു രസത്തിന് തുടങ്ങിയതാണ് സത്യത്തിൽ ഇത്. അപ്പം ഈ എല്ലാ കളറൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്ക്. ഇതിപ്പം എല്ലാ കളറും ഉണ്ട്. ഇത് ഗ്രേ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഫെയൺ ഉണ്ട്, സിൽവർ ഉണ്ട്. ഇത് 4 വെറൈറ്റി ഞങ്ങൾക്കുണ്ട്. ഇതിന് പ്രത്യേകിച്ച് നമുക്കൊരു പ്രത്യേകിച്ച് കെയറിങ് കൊടുക്കേണ്ട കാര്യമില്ല. അവർക്ക് എവിടെയെങ്കിലും നമുക്കിപ്പോൾ വല്ലയിടം പോകണമെങ്കിലോ ഒക്കെ ആണെങ്കിലും അവർക്ക് ഭക്ഷണം പാത്രത്തിൽ വേണം, കുടിക്കാൻ വെള്ളം വേണം. ഇത്രയാണ് അവരുടെ ഏറ്റവും ഇത്. അത് ഞങ്ങൾക്കിത് ആണാണോ പെണ്ണാണോ എന്ന് പോലും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് അറിയത്തില്ല ഇതെന്താന്ന്. പിന്നെ സത്യത്തിൽ ഞാനാണ് ഇതിൻ്റെയൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് നെറ്റൊക്കെ നോക്കി ഇതെങ്ങനെയാണ് ആണും പെണ്ണും തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചത്. ആണിനെയും പെണ്ണിനെയും ഇപ്പം തിരിച്ചറിയാം, നമുക്കറിയാം ഇപ്പം എങ്ങനെയാണെന്ന്. ആൾക്കാർക്ക് ഞങ്ങൾ ജോഡിയായിട്ട് കൊടുക്കാറുണ്ട്. ഇത് ആണാണെങ്കിൽ ശരിക്കും സത്യം പറയുന്നത് ശരിക്കും ചൂളടിക്കും, തുള്ളും. അതാണ് ഈ ജാവയുടെ ഒരു പ്രത്യേകത. പെണ്ണാണെങ്കിൽ എപ്പോഴും സൈലൻ്റ് ആയിരിക്കും. പെണ്ണ് ചൂളൊന്നും അടിക്കത്തില്ല, ഒന്നുമില്ല, എപ്പോഴും ഇങ്ങനെ ഒതുങ്ങിയിരിക്കത്തേ ഉള്ളൂ. ആണെപ്പോഴും ചൂള അടിക്കും, തുള്ളിക്കൊണ്ടിരിക്കും. കമ്പയിലിരുന്ന് തന്നെ തുള്ളി. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ഒന്നും ഉണ്ടാവും, മഴയായതുകൊണ്ടായിരിക്കും. വളർത്താൻ ആഗ്രഹമുള്ളവരുണ്ടാവില്ല, അപ്പോൾ അവർ പറയും ഇങ്ങനെ ജോഡിയായിട്ട് വേണമെന്ന് പറയാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളത് പ്രത്യേകം കൂട്ടിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് ജോഡിയായിട്ട് കൊടുക്കുക, ഏത് കളറാണെന്ന് വെച്ചാൽ. അപ്പോൾ എല്ലാത്തിൻ്റെയും ജോഡി, ഇതൊക്കെ ജോഡിയായിട്ട് കിടക്കണം. ഒരു പുള്ളി പറഞ്ഞു വെച്ചിരിക്കണത്. ഇപ്പോൾ തീർന്നു, കുറേയൊക്കെ ഉണ്ടായിരുന്നതാണ്, കുഞ്ഞുങ്ങൾ കുറേയൊക്കെ പോയതാണ്, കൊടുത്ത് തീർന്നതാണ്. നമ്മൾ പെറ്റ് ഷോപ്പിൽ കൊടുക്കും. പെറ്റ് ഷോപ്പിൽ കൊടുത്താൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആണും പെണ്ണും ഒന്നും തിരിച്ചറിയണ്ട, മൊത്തം ബൾക്കായിട്ട് അങ്ങ് കൊടുക്കാം. പക്ഷേ നമുക്ക് വീട്ടിൽ വന്ന ആൾക്കാർ വാങ്ങിക്കുമ്പോൾ നമുക്ക് നാളെ ഇത് ചെയ്യേണ്ടതല്ലേ, നമുക്ക് അവരോട് പറഞ്ഞു പറ്റിക്കാനൊന്നും പറ്റത്തില്ല. അത് ഞങ്ങൾ ജോഡിയാക്കി ഇട്ടിട്ടാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഓൺലൈനായിട്ടുള്ള ബിസിനസ് അതിൻ്റെ അകത്തൊക്കെ അങ്ങനെ വിളിച്ച ആൾക്കാർ വിളിക്കുന്നത്. പിന്നെ പെറ്റ് ഷോപ്പിൽ ഇവിടെ എല്ലാം എല്ലാ പെറ്റ് ഷോപ്പിലും ഇവിടെ നിന്ന് മേടിക്കുന്ന കിളികളാണ്. ഭക്ഷണം ഞങ്ങൾ കൊടുക്കുന്നത് തിനയാണ്. പക്ഷേ ഇപ്പോൾ തിനയ്ക്ക് മാർക്കറ്റ് ഭയങ്കര കൂടുതലാണ്. 100-120 രൂപയൊക്കെ വന്നുകൊണ്ട് നെല്ലാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ എഗ് ഫുഡ് കൊടുക്കും. ഈ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഇവർക്ക് എഗ് ഫുഡ് വേണം, കാരണം കുഞ്ഞുങ്ങൾക്ക് എഗ് ഫുഡ് എപ്പോഴും വേണ്ടതാണ് വളരാൻ വേണ്ടിയിട്ട്. ഇത് ക്യാരറ്റും മുട്ട ഇത് രണ്ടും കൂടി നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കുമല്ലോ, അത് മിക്സ് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കും. പിന്നെ പയറ് മുളപ്പിച്ചത്, അച്ചിങ്ങ, അതൊക്കെ നമ്മൾ വീട്ടിലെടുക്കുമ്പോഴത്തേക്കും കഴുകി വൃത്തിയാക്കിയിട്ട് അവർക്ക് ഇട്ട് കൊടുക്കും. മുരിങ്ങയില, പനിക്കൂർക്കയുടെ ഇല എപ്പോഴും ഇടയ്ക്ക് ഇട്ട് കൊടുക്കും. കാരണം അതാണ് ഇവരുടെ എന്താ പറയുക, അവരുടെ ആരോഗ്യം ഇത്. കാരണം പനിയൊക്കെ വരാണ്ടിരിക്കാൻ അത് ഞങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ടത്. പിന്നെ മുരിങ്ങയില ഭയങ്കര ഇഷ്ടമാണ്, മുരിങ്ങയില കൊടുക്കും. പിന്നെ വേണ്ടത് കടനാക്കാണ് അവരുടെ ഏറ്റവും പ്രധാനം. മുട്ടയിടുന്നവർക്ക് കൊടുക്കേണ്ട ഒരു സാധനമാണ് ഇത്. കാൽസ്യത്തിൻ്റെ പോരായ്മ പരിഹരിക്കുന്നത് കടനാക്കിലൂടെയാണ്. അത് എപ്പോഴും വേണം, തീരുമ്പോഴേ വെച്ച് കൊടുത്തേക്കണം. എനിക്ക് ഈ കിളിയെക്കുറിച്ച് ഒന്നും അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒന്നും പറയാനില്ല, പോസിറ്റീവായിട്ടേ പറയാനുള്ളൂ. വളർത്തുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഇതാണ്. കടയിൽ നിന്ന് കൂടുതലധികം പച്ചക്കറി അങ്ങനെ വാങ്ങിക്കാറില്ല. വീട്ടിലുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. വീട്ടിൽ എന്തുണ്ടോ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എല്ലാം. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് എന്തായാലും വിഷമാണ്. അപ്പോൾ വീട്ടിലുള്ള എന്ത് കിട്ടുന്നോ അത് വെച്ചിട്ടാണ് എന്തും ഉണ്ടാക്കുന്നതും ചെയ്യുന്നതും കഴിക്കുന്നതും ഒക്കെ. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടെല്ലാം പോയിരിക്കുവാണ്. എന്നാലും അത്യാവശ്യത്തിനുള്ള പച്ചക്കറിയെല്ലാം ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. കുറച്ച് വെണ്ടയൊക്കെ ഉണ്ടായിരുന്നു, വെണ്ടയെല്ലാം പറിച്ച് കളഞ്ഞ്. പിന്നെ ഇപ്പോൾ അതൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട്. മഴയാണ്, ഇനിയിപ്പോൾ നമ്മളൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അത്യാവശ്യത്തിനുള്ളത് കിട്ടി. പിന്നെ ഇതിനോടൊരു താല്പര്യമുണ്ട്,
അത് സത്യമാണ്. ഇതിൻ്റെ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ചെയ്യും. എൻ്റെ ഒരു ഇഷ്ടമാണിത്. അത്യാവശ്യമുള്ള പച്ചക്കറികൾ നമ്മൾ തന്നെ വീട്ടിൽ കൃഷി ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചെയ്യുമ്പം ഇതുണ്ടായി കാണുമ്പം ഒരു സന്തോഷമാണ്. അത് കിടക്കുന്ന കാണുമ്പോൾ, ഉണ്ടായി കിടക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം.